ഹലോ, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ് കേട്ടോ, ഒന്ന് കൺസിഡർ ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയിട്ട് ഇത് 3ാമത്തെ വീക്കാണ് അല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വല്ല ചേഞ്ചും തോന്നിയിട്ടുണ്ടോ? എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഡാൻഡ്രഫ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുമ്പത്തെ അത്ര ഹെയർ ഫോൾ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ആഴ്ച ചെയ്തേക്ക് ഞാൻ വഴി പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മുടിക്ക് ഉള്ളിന്നൊരു സപ്പോർട്ട്. അങ്ങനെ ഒരു മാജിക്കൽ ഡ്രിങ്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഒരു 14 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഇത് ഡ്രിങ്കായിട്ട് മാത്രമല്ല, പല രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ഒരു മാജിക്കൽ സീഡാണ് ഫ്ലക്സ് സീഡ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അതിനെപ്പറ്റി. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും ഒന്ന് കമൻറ്റ് ചെയ്യും. ഹെയറിന് മാത്രമല്ല കേട്ടോ, സ്കിന്നിന് ഇതൊരു അടിപൊളിയായിട്ടാണ്. ഒരു 10 വയസ്സ് നിങ്ങളുടെ എങ്ങനെ ഓയിലും കുറച്ചിരിക്കും. ഉറപ്പായിട്ടും ഞാനിത് വെറുതെ ഒരു ഹൈപ്പിന് പറഞ്ഞതല്ല, നിങ്ങൾ ചെയ്തു നോക്കൂ. ഞാനിതെങ്ങനെ കഴിച്ചെന്ന് കാണിച്ചു തരാം. എന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇത് കംഫർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടോ. ഒരു ചെറിയൊരു പാൻ എടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. എത്രത്തോളം റോസ്റ്റ് ആവണമെന്ന് വെച്ചാൽ അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും, ചെറുതായിട്ടൊന്ന് പൊട്ടും. അപ്പോഴത്തേക്ക് അത് നിർത്താം. നല്ല റോസ്റ്റഡ് പീനട്ടിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ സാലഡ്സിൽ ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. സാലഡ്സിൽ ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ റോസ്റ്റ് ചെയ്ത സംഭവം നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. പൊടിച്ചെടുത്തപ്പോൾ നല്ലൊരു കുത്തലായിട്ടുള്ളൊരു സ്മെല്ലായിരുന്നു കേട്ടോ. ഈ വറുത്ത ഒരു പൊടിയുടെയൊക്കെ ഒരു സ്മെല്ല്, വേറെ വൃത്തിട്ട സ്മെല്ലൊന്നുമല്ല, അങ്ങനൊരു സ്മെല്ല് വന്നേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ്. ഇങ്ങനെ പൊടിയായിട്ടാണ് കഴിക്കണമെങ്കിൽ ഒറ്റയടിക്ക് 1 സ്പൂൺ കഴിക്കരുത്. രാവിലെ 1/2 സ്പൂൺ, രാത്രി 1/2 സ്പൂൺ അങ്ങനെ കഴിക്കാട്ടോ. എനിക്കിത് ഡയറക്റ്റ് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു പാലിൽ കലക്കി കഴിക്കാമെന്ന്. അതാണ് കംഫർട്ട്. അപ്പോൾ പാലിൽ 1 ടീസ്പൂൺ എടുത്തിട്ട് കലക്കി കഴിച്ചു കേട്ടോ. ഇനി പാല് കുടിക്കാത്തവരുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കി കുടിക്കാം. ഇത് ഡൈജഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ചിലരിൽ കോൺസ്റ്റിപ്പേഷൻ പോലത്തെ കാര്യങ്ങൾ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കലക്കി കുടിക്കാൻ പറയുന്നത്. ആദ്യമായിട്ടൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതല്ലേ, നമ്മുടെ ബോഡി ഒന്ന് അഡാപ്റ്റ് ആവണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മുടി വളരും, പ്രായം കുറയും എന്നൊക്കെ പറഞ്ഞ് ഒരുപാടൊന്നും വലിച്ച് തിന്നരുത്, കാരണം പണി കിട്ടും. അറിയാലോ, അധികമായാൽ അമൃതും വിഷമാണ്. മാക്സിമം 1 ടീസ്പൂൺ ഒരു ഡേ. ഇതിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, ഫൈബർ റിച്ച് ആണ്, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യും, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത്, ബോണിന്റെ ഹെൽത്തിനൊക്കെ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. പിന്നെ നമ്മുടെ ബോഡിയിലെ ചീത്ത കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടലൊക്കെ ഉണ്ടല്ലോ, വാഷ് ഔട്ട് ചെയ്ത് ക്ലീൻ ആക്കി നീറ്റാക്കി വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വീഡിയോയിലോട്ട് നിങ്ങൾ നോക്കല്ലേ, കാരണം മഴ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇപ്പം ഡബ് ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഒന്നും ക്ലിയർ അല്ലായിരുന്നടാ. ഇത്ര ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വിചാരിക്കുന്നുണ്ടാവല്ലേ? ഇല്ല കേട്ടോ, ഒട്ടും എക്സ്പെൻസീവ് അല്ല. ഞാനിതൊരു 41 റുപ്പീസിനാണ് വാങ്ങിയത്. ഇത് നമ്മുടെ മരുന്ന് കട, അങ്ങാടി കട എന്നൊക്കെ പറയുന്ന ഷോപ്സിനൊക്കെ കിട്ടും. അല്ലാതെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈൻ ഷോപ്സിലും ഒക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 14 ഡേയ്സ് ചലഞ്ച് ആയിട്ട് തന്നെ നിങ്ങൾ എടുത്തോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് വീക്ക് ചെയ്ത സെയിം പ്രൊസീജിയേഴ്സൊക്കെ തന്നെയാണ് ഞാൻ ഈ ആഴ്ചയും ചെയ്തിരിക്കുന്നത്. ഹെയറിൽ പുറത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും റിസൾട്ടൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. നല്ലതാണെങ്കിലും ചീത്ത പറയാനാണെങ്കിലും എല്ലാം കമൻറ്റ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.